വെൽക്കം ബാക്ക് ടു മല്ലു ദുബായ് ഡയറീസ്. ഇന്ന് നമ്മൾ പോകുന്നത് ഫുജറയിലുള്ള കോർ ഖൽബ മാംഗ്രോവ് സെൻറ്ററിലാണ്. ഇത് ഖൽബ കോർണിഷിൻ്റെ അടുത്തായിട്ടാണുള്ളത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ എൻട്രൻസിലേക്കാണ് പോകുന്നത്. നേരെ കാണുന്നതാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. ഇത് മുൻപ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു. കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കിയിരിക്കുന്നത്. UAE കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് ഈ ഖൽബ. ഇതൊരു എക്കോ ടൂറിസം പ്രൊജക്റ്റ് കൂടിയാണ്. ഇത് പണ്ട് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലം പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെയാണ് ഇത് റിക്കവറി ചെയ്ത് ഇതുപോലെ ഒരു മാംഗ്രോവ് പോലെ ആക്കിയെടുത്തത്. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റിന് നമുക്ക് റേറ്റ്സ് വരുന്നത്, എൻട്രി ഫീ വരുന്നത് അഡൾട്ടിന് 15ഉം ചിൽഡ്രൻസ് അണ്ടർ 12ന് ഫ്രീയുമാണ്. മൺഡേ ഇവിടെ അവധിയാണ് കേട്ടോ. ഞങ്ങൾ പോയതൊരു ട്യൂസ്ഡേ ആയിരുന്നു. നല്ല വെയിലായിരുന്നു ഞങ്ങൾ പോയ സമയം. ഇപ്പോൾ നമ്മളവിടെ കാണുന്നത് ഇതിൻ്റെ ഈ മാംഗ്രോവിൻ്റെ ഒരു മാപ്പാണ്. മാപ്പിൽ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വിസിറ്റേഴ്സ് സെൻറ്ററിലേക്കാണ്. ഈ വിസിറ്റേഴ്സ് സെൻറ്ററിലേക്ക് പോകാനായിട്ട് ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ ഇവിടെ ഒരു ബഗ്ഗി സ്റ്റേഷനുണ്ട്. അങ്ങനെ നമുക്ക് ആ ബഗ്ഗിയിൽ കയറിയിട്ട് നമ്മളവിടെ കൊണ്ടേ ആക്കി തരും. ഇത് തികച്ചും ഫ്രീ ആണ് ഇവിടെ. ഞങ്ങളുടെ വാവയുടെ ആദ്യത്തെ ട്രിപ്പാണിത്. ഞങ്ങൾ വാവ ജനിച്ചതിന് ശേഷം ഞങ്ങൾ ഇതുവരെ എവിടെയും പോയിട്ടില്ല. ഇന്നാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ. അതുകൊണ്ട് വാവ ഭയങ്കര ഹാപ്പിയാണ്. വാവ പുറത്തേക്കൊക്കെ ഇറങ്ങി എല്ലാം ഇങ്ങനെ ചുറ്റി നോക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ വന്ന് ഇറങ്ങി. ഇവിടം വരെ ഉള്ളൂ കേട്ടോ ആ ബഗ്ഗി നമുക്ക് കിട്ടുന്നത്. ഇവിടെ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇതാണ് വിസിറ്റേഴ്സ് സെൻറ്റർ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇത് ഓപ്പൺ ചെയ്തേക്കുന്നത്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഫുള്ള് ഗ്രീനറിയാണ്. ഇതാണ് വിസിറ്റേഴ്സ് സെൻറ്റർ. ഈ വിസിറ്റേഴ്സ് സെൻറ്ററിൽ കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വേറൊരു ഇതേപോലെ തന്നെ ഒരു ഏരിയയിലേക്ക് തന്നെ പോവാം. ഡെലിവറി കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സായി. ഇവിടെ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വേറൊരു വിസിറ്റർ സെൻറ്ററിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഈ ബിൽഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്ത് ആണെങ്കിലും അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്ന ഇൻറ്റീരിയർ ചെയ്തേക്കുന്നതാണെങ്കിലും വളരെ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ നമുക്ക് വീൽ ചെയർ ഫെസിലിറ്റി ഉണ്ട്. വയ്യാത്തവർക്കൊക്കെ വന്നാൽ നമുക്ക് ഈ വീൽ ചെയർ ഇവിടെ നിന്ന് കിട്ടും. നമുക്കവിടെ പോയി നമുക്കവിടെ എല്ലാം കാണാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പും ഉണ്ട്. പിന്നെ ഇവിടെ മാംഗ്രോവിനെ പറ്റി ഉള്ള ഡീറ്റെയിലിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പണ്ടെങ്ങനെയാണ് ഈ മാംഗ്രോവ് വരുന്നത്, അതിൻ്റെ ഓരോ സ്റ്റേജ്, ഓരോ ഇയർ വൈസ് എങ്ങനെയാണത് എന്നുള്ളതും
അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ദ റിക്കവറി ഓഫ് കോർ കൽപ്പ. ഇതിൻ്റെ റിക്കവറി, ഈ മാംഗ്രോവിൻ്റെ റിക്കവറിനെ കുറിച്ചൊക്കെയാണ് അതിൽ ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് പോകുന്നത് ഒരു ചെറിയ പാത്തുണ്ട്. അപ്പോൾ അതിൽ കൂടെ നേരെ പോകുന്നത് നമ്മൾ ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്തേക്കുന്നിടത്തേക്കാണ്. അവിടെ അതിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ വാളിൽ അവർ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ അക്വേറിയം കാണാൻ നല്ല ഭംഗിയാണ്. കാരണം വൈറ്റ് ഫിഷാണ് നിറച്ചുള്ളത്. അതിൻ്റെ മേളിൽ നോക്കുന്ന വ്യൂവും താഴെ നിന്നും നോക്കുന്ന വ്യൂവും വളരെ ഡിഫറെൻ്റാണ്. ഈ അക്വേറിയം സെറ്റ് ചെയ്തേക്കുന്നത് തന്നെ ഈ കണ്ടൽക്കാടിൻ്റെ ആ ഒരു ഇത് വച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനത്. ഇവിടെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും സ്കൂളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷൻ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിനി പോകുന്നത് ബിലോ ദ ടൈഡിലേക്കാണ്. നേരത്തെ നമ്മൾ പോയത് എബവ് ദ ടൈഡിൻ്റെ സെക്ഷനിലായിരുന്നു. ഈ ബിലോ ദ ടൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഡാർക്ക് തീമായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതും ചെറിയ അക്വേറിയം പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ലൈഫിനെ കുറിച്ചും അങ്ങനെ അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും അവർ അതിൻ്റെ തൊട്ട് താഴെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഫിഷിൻ്റെ പേരുകളും അതിൻ്റെ ലൈഫും അങ്ങനെ എല്ലാ കാര്യങ്ങളും.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭാഗമാണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട് തന്നെ. കാരണം അവർ അതിൻ്റെ ആ ഫിഷും ആ ലൈറ്റിങ്ങും അതുപോലെ തന്നെ ആ കണ്ടൽക്കാടിൻ്റെ വേരിൻ്റെ ഇതൊക്കെയാണ് അതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റിങ് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. വെള്ളം ഇങ്ങനെ അനങ്ങുമ്പോഴുള്ള ആ ഒരു ഇതാണ് കാണുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമ്മളിവിടെ നിന്ന് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ വിസിറ്റേഴ്സ് സെൻറ്ററിൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയം കുറച്ച് വെയിലുള്ള ടൈമായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വാവയ്ക്ക് അങ്ങ് ദാഹവും എല്ലാം വന്നു. ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി ഞങ്ങളങ്ങനെ പുറത്തേക്ക് പോവാണ്. പുറത്ത് നല്ല ചൂടാണ്. അങ്ങനെ വിസിറ്റേഴ്സ് സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നടക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു റൂം കാണാൻ പറ്റും. അത് ഈ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെയൊക്കെ ഇൻഫോർമേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ക്ലാസ് റൂം പോലെയാണ് അവിടെ സെറ്റ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ടർട്ടിൽ പൂളാണത്. ഇതാണ് ടർട്ടിൽ പൂൾ. ഇവിടെ ആ ടാർട്ടിലിൻ്റെ വെയ്റ്റും ആ ടാർട്ടിലിൻ്റെ ഇയേഴ്സും അതെങ്ങനെയാണെന്നുള്ള അതിൻ്റെയൊക്കെ ഇൻഫോർമേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രീൻ ടാർട്ടിൽ എന്നാണ് അതിനെ പറയണത്. ഒത്തിരി നാളെത്തിയാണ് ഞാൻ ഇത്രയും ദൂരം നടക്കുന്നത്. അപ്പോൾ ചെറുതായി എൻ്റെ കാല് വേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഇനിയും ഒരുപാട് നടക്കാനുണ്ട്.
ഇതാണ് പിക്നിക് ഏരിയ. അതായത് കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാനും ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. നമുക്കവിടെ ഇരിക്കാനൊക്കെ പറ്റും. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങി. ഞങ്ങളും കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഞങ്ങൾ നടന്നത്. ഫുള്ള് ഗ്രീനാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം വാവയ്ക്ക് പാലും അതൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പിന്നെ മാംഗ്രോവ്സിലേക്ക് പോയത്. ഒരു ചെറിയ പാർക്കുണ്ട്, കിഡ്സിന് പാർക്കുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് കിഡ്സിനൊക്കെ പറ്റിയ പാർക്കുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇതുവഴി അങ്ങ് നടക്കുകയാണ് മാംഗ്രോവിലേക്ക്. അവിടെ നിന്ന് ഒരു ചെറിയ ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് കടന്നാലാണ് നമുക്ക് മാംഗ്രോവിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് കിങ് ഫിഷർ ഏരിയ. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇതൊരു ടോയ്ലറ്റാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് അവിടെ ചെന്നപ്പോൾ കണ്ടത് കിങ് ഫിഷർ ബേർഡിൻ്റെ ഒരു ഏരിയ ആണെന്നുള്ളത്. ഇത് ഫുള്ളും വുഡ് കൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിനകത്ത് കിങ് ഫിഷർ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. ഞാനും അച്ഛനും എങ്ങനെയൊക്കെയാണ് തപ്പി പിടിച്ചത്. അതിൻ്റെ ആ കുളത്തിൻ്റെ അടിയിലും ആ പച്ചപ്പിൻ്റെ ഉള്ളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഗൈസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ആ കാണുന്ന ബ്രിഡ്ജ് കയറി നമുക്കിനി ആ വഴി മാംഗ്രോവിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജ് വഴി ഇച്ചിരി നേരമേ ഉള്ളൂ പോകാൻ. നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ മാംഗ്രോവിലേക്ക് പോവുകയാണ്. നല്ല വെയിലാണ്. തലയിൽ നമ്മൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, തലയിൽ തുണിയൊക്കെ ഇട്ടിട്ടാണ്. തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കാറിൽ എത്ര വെയിലുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വെച്ചു. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ വിചാരിച്ചാലും ഭയങ്കര വെയിലായിരുന്നു. ഇതൊരു വുഡൻ ബ്രിഡ്ജാണ്. നല്ല ഭംഗിയാണ് ഈ ബ്രിഡ്ജ് കാണാൻ തന്നെ. രണ്ട് സൈഡിലും നെറ്റൊക്കെ വെച്ചിട്ട് മെഷൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുമല്ല, രണ്ട് സൈഡിലും പച്ചപ്പും പുല്ലും എല്ലാം എല്ലാം ഉണ്ട്. അത് ആ മരുഭൂമിന്റെ ആ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ മാംഗ്ലൂരിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പം നല്ല തണുപ്പായിരുന്നു. അവിടെ നിന്ന് കുറച്ച് റീൽസും
കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നത്. ഉച്ചന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്ത് കൊടുത്തു. അവിടെ കുറച്ചേരൊക്കെ നിന്നു. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ കാല് ഭയങ്കര വേദന എടുത്തു കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ മാംഗ്രോവിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാൻ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള വുഡൻ ബെഞ്ചസ് പോലെ അവരവിടെ ചെയ്തിട്ടിട്ടുണ്ട്. ഈ മാംഗ്രോവ് എന്ന് പറയണ തന്നെ ഫുൾ വുഡൻ ആയിട്ട് ആണ് ഒരു തീമിൽ വന്നേക്കുന്നത്. ഈ കോർക്കൽബ മാംഗ്രോവ് 2021 ഇത് ഓപ്പൺ ചെയ്തിരുന്നത്. ഇതൊരു 10 വർഷത്തോളം നീണ്ടു നിന്ന കൺസർവേഷൻ പ്രോജക്റ്റ് ആയിരുന്നു. ഇവിടെ മാംഗ്രോവിലേക്ക് പോകുന്നത് തന്നെ തടി വെച്ചിട്ടുള്ള ബ്രിഡ്ജിൽ കൂടെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. ഏകദേശം ഒരു 300 മീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ് ഈ കണ്ടൽക്കാടിലൂടെ അവർ പണിത് വച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി നടക്കാനായിട്ട് തന്നെ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. നമ്മൾ ആ ചൂടത്തുനിന്ന് വന്നുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നുകൊണ്ട് കുഞ്ഞാവയൊക്കെ പുതപ്പൊക്കെ മാറ്റി കളഞ്ഞാണ് കളിക്കുകയായിരുന്നു കേട്ടോ. UAE താമസിക്കുന്നവർ തീർച്ചയായും പോകേണ്ട ഒരു ഡെസ്റ്റിനേഷനാണിത്. ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ പോയി കണ്ട് തിരിച്ചു പോരാവുന്ന ഒരു പ്ലേസാണ്. നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട്. ചൂട് തോന്നത്തേയില്ല. ഈ ബ്രിഡ്ജിൽ കൂടി നടക്കുമ്പോൾ അതൊരു വേറൊരു ഫീല് തന്നെയാണ്. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് മാംഗ്രോവ്സിലേക്ക് വരാൻ. തുമ്പി ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് സ്ലോ മോഷനൊക്കെ എടുത്ത് തകർക്കുകയായിരുന്നു തുമ്പി ഇവിടെ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. നടന്ന് മറക്കുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം കണ്ട് നമ്മൾ പോയ വഴി കൂടി തന്നെയാണ് കേട്ടോ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് നമ്മൾ നേരെ വിസിറ്റേഴ്സ് എൻട്രൻസ് ഉണ്ടല്ലോ അവിടെ പോയി കഴിയുമ്പോഴത്തേക്കും അവരുടെ ബഗ്ഗി സ്റ്റേഷനിൽ നിന്ന് വണ്ടി വന്ന് നമ്മളെ തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോയാക്കും. കാറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടാക്കും. അതെ നമ്മളവിടെ നമ്മൾ ആകെ ക്ഷീണിച്ച് നടന്ന് ക്ഷീണിച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അവർ നമ്മളെ കാറിൽ കൊണ്ടുവന്ന് കാറിന് എവിടെയാണ് ഇട്ടേക്കുന്നത് അവിടെ നമുക്ക് കൊണ്ടുവന്ന് നമുക്ക് അവിടെ കൊണ്ടുവന്ന് നിർത്തി തരും. അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു ഞങ്ങൾ ഈ പ്രാവശ്യം വന്നത്. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. അപ്പം subscribe, like, share, comment. Stay tuned. Bye bye.